ഫാരോസ് ബൈബിൾ സ്കൂളിൻ്റെ ദി ആർട്ട് ഓഫ് ക്രിസ്ത്യൻ ലീഡർഷിപ്പ് എന്ന കോഴ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് നിങ്ങളെ എല്ലാവരെയും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ക്ലാസ്സുകൾ നിങ്ങൾക്ക് അനുഗ്രഹമായതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ 8 കോർ വാല്യൂസ് ഓഫ് ക്രിസ്ത്യൻ ലീഡർഷിപ്പ്, ക്രിസ്തീയ നേതൃത്വത്തിൻ്റെ 8 അടിസ്ഥാന തത്വങ്ങളെപ്പറ്റി ഞാൻ പറയുവാനിടയായി തീർന്നു. ഇന്റിമസി വിത്ത് ഗാഡ്, പാഷൻ ഫോർ ദ ഹാർവസ്റ്റ്, വിഷണറി ലീഡർഷിപ്പ്, culturally relevant evangelism, multiplication of leaders, family priority, faithful stewardship, integrity. അതിൽ കഴിഞ്ഞ ക്ലാസ്സിൽ 2 ടോപ്പിക്കുകൾ, 2 വാല്യൂസ് നാം ചേർന്ന് പഠിക്കുവാനിടയായി തീർന്നു. ഇന്ന് ഈ ക്ലാസ്സിൽ തുടർന്നുള്ള വാല്യൂസ് നാം ചേർന്ന് പഠിക്കാൻ പോവുകയാണ്. വളരെ താല്പര്യത്തോടെ, വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് പഠിക്കാം. മൂന്നാമത്തത്, ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന, ക്രിസ്തീയ നേതൃത്വത്തിനായി നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന മൂന്നാമത്തെ കോർ വാല്യൂ എന്നത് വിഷണറി ലീഡർഷിപ്പാണ്. വിഷണറി ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ ദർശനത്തോടു കൂടിയുള്ള ഒരു നേതൃത്വ ശുശ്രൂഷ. എന്താണ് ദ പവർ ഓഫ് വിഷൻ? എന്താണ് ആ ദർശനത്തിൻ്റെ ശക്തി, അതിൻ്റെ പ്രാധാന്യത എന്ന് പറയുന്നത്? ദൈവത്തിൻ്റെ ഉദ്ദേശം, നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച്, നിങ്ങളുടെ ശുശ്രൂഷയെക്കുറിച്ച് ഉള്ള ഉദ്ദേശം നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് അതിൻ്റെ പ്രാധാന്യത എന്ന് പറയുന്നത്. ലോകത്തിൽ ശ്രേഷ്ഠന്മാരായ നേതാക്കന്മാരൊക്കെ, ആത്മീക നേതാക്കന്മാരാകട്ടെ, മറ്റുള്ള നേതാക്കന്മാരാകട്ടെ, അവരെല്ലാവരും അവരുടെ ദർശനം പ്രാവർത്തിക തലത്തിൽ വെളിപ്പെടുത്തി പ്രാവർത്തികമാക്കിയ ആ വലിയ ദർശനത്തെ മുറുകെ പിടിച്ച വ്യക്തിത്വങ്ങളാണ്. ഈ ദർശനം അത് മറ്റുള്ളവരിലേക്ക് പകരുക എന്നതാണ് ഒരു നേതാവിൻ്റെ യഥാർത്ഥ ഗുണമെന്ന് പറയുന്നത്. God looks for men and women who are biblically committed to cast vision, set goals, mobilize the body of Christ, and overcome obstacles in order to reach the nation for Christ. ദൈവം യഥാർത്ഥത്തിൽ ദർശനം പ്രാപിച്ച, മറ്റുള്ളവരിലേക്ക് അത് പകരാൻ കഴിവുള്ള, തടസ്സങ്ങളെ അതിജീവിച്ച് കർത്താവിൻ്റെ സഭയെ വളർത്തിയെടുക്കുന്ന, ആയിരങ്ങളെ, പതിനായിരങ്ങളെ കർത്താവിന് വേണ്ടി നേടുന്ന നേതാക്കന്മാരെയാണ് ദൈവം നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് ഒരു ദർശനത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്? ദർശനം അത് ദൈവം തന്നതാണെങ്കിൽ, എവ്രി ഗോഡ് ഗിവൻ വിഷൻ ഈസ് അറ്റ്ലീസ്റ്റ് സ്മോൾ ഓർ ബിഗർ, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ദൈവം തന്നിരിക്കുന്ന, അത് ചെറുതാകട്ടെ വലുതാകട്ടെ, എല്ലാ ദർശനങ്ങളും അത് അതിപ്രധാനമായിട്ടുള്ളതാണ്. ഒരു ഫലപ്രദമായ നേതൃത്വ ശുശ്രൂഷ ആരംഭിക്കുന്നത് ഒരു വലിയ ദർശനത്തിൽ നിന്നാണ്. നാം യഥാർത്ഥമായി ഒരു ദർശനം പ്രാപിച്ചിട്ടുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ നമ്മെ നയിക്കുന്ന, മറ്റുള്ളവരെ നയിക്കുന്ന ഒരു ദർശനം നാം പ്രാപിച്ചിട്ടുണ്ടോ? ദർശനം ഒരാളിൽ നിന്ന് എടുത്തു കളഞ്ഞാൽ പിന്നെ മുൻപോട്ട് നടത്തുക വലിയ പ്രയാസമാണ്. It is an energy that creates action. ഒരു വ്യക്തിയെ പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ശക്തിയാണ് ദർശനം എന്ന് പറയുന്നത്. എല്ലാ സാഹചര്യത്തിലും ഒരു വ്യക്തിയെ മുമ്പോട്ട് നടത്തുന്ന പ്രേരിത ശക്തിയാണ് ദർശനം എന്ന് പറയുന്നത്. നാം ഒരു യഥാർത്ഥമായി ദർശനം പ്രാപിച്ച ഒരു നേതാവാണ്. എങ്ങനെ നമുക്കത് മനസ്സിലാക്കാം? ഞാൻ താഴെ പറയുന്ന ചില കാര്യങ്ങൾ, പറയാൻ പോകുന്ന ചില കാര്യങ്ങൾ, നിങ്ങൾ അതിനെ ഒന്ന് അപഗ്രഥിച്ചാൽ, അതിനെ ഒന്ന് വിലയിരുത്തിയാൽ, നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ദർശനമുണ്ടോ, ദർശനം എപ്രകാരമായിരിക്കുന്നുവെന്ന് ചിന്തിക്കുവാൻ കഴിയും.
സദൃശവാക്യം 29:18 നാം ഇങ്ങനെ വായിക്കുന്നു. ദർശനത്തിന്റെ പ്രത്യേകത അവിടെ, ദർശനത്തിന്റെ പ്രാധാന്യത അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു. ആ വാക്യം വളരെ നമുക്ക് സുപരിചിതമാണ്. 29 അധ്യായം, ചാപ്റ്റർ 29 വേഴ്സ് 18. അവിടെ എഴുതിയിരിക്കുന്നത്, വെളിപ്പാട് ഇല്ലാത്തടുത്ത് ജനം മര്യാദ വിട്ട് നടക്കുന്നു. വെളിപ്പാട് ഇല്ലാത്തടുത്ത് ജനം മര്യാദ വിട്ട് നടക്കുന്നു. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്, where there is no vision the people perish. Without vision people go in different direction, distracted. ദർശനമില്ലെങ്കിൽ ജനത്തെ നടത്തുക പ്രയാസമാണ്. അവർ പല വഴിക്ക് പല രീതിയിൽ അവർ പോകുവാനിടയായിത്തീരും. ദൈവസഭയെ നിലനിർത്തുന്നത്, ദൈവരാജ്യത്തെ നിലനിർത്തുന്നത് ദർശനം ആണ്, ക്രിസ്തു ദർശനമാണ്, ക്രിസ്തു ദർശനമാണ്. ആ ക്രിസ്തു ദർശനം പ്രാപിച്ച നേതാക്കന്മാരാണ്. ഞാൻ പറയുന്ന ചില കാര്യങ്ങൾ നിങ്ങളെപ്പറ്റി വിലയിരുത്തുക. ഒന്ന്, I have a clear sense of the primary need I am called to meet. ഞാൻ എന്തിനായി വിളിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് ഉറപ്പുള്ള ഒരു ബോധ്യം എനിക്കുണ്ട്. എൻ്റെ ഒട്ടുമിക്ക സമയങ്ങളും എൻ്റെ ജീവിത ലക്ഷ്യത്തെ പ്രാപിക്കുവാനായിട്ട് ഞാൻ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ്. കർത്താവാണ് എൻ്റെ ദർശനം എനിക്ക് തന്നത്. കർത്താവാണ് എൻ്റെ ദർശനത്തിൻ്റെ സോഴ്സ് എന്ന് എനിക്ക് നല്ലൊരു ഉറപ്പുണ്ട്. എൻ്റെ എല്ലാ സുഖദുഃഖ സമ്മിശ്രമായ ജീവിതത്തിൻ്റെ അവസ്ഥയിലും എന്നെ മുൻപോട്ട് നടത്തുന്നത് ഈ ദർശനമാണ്. ഞാൻ ഈ ദർശനത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ ഞാൻ ദൈവത്തോട് അധികം പറ്റിച്ചേരുകയാണ്, ആശ്രയിക്കുകയാണ്. ദൈവിക അധികാരത്തിനായി, ദൈവഹിതത്തിനായി എന്നെ തന്നെ സമർപ്പിക്കുകയാണ്. എനിക്ക് ഈ ദർശനം പൂർത്തീകരിക്കാൻ കഴിയുമെന്ന് ഒരു വലിയ ഉറപ്പുണ്ട്, ധൈര്യമുണ്ട്. അതുമാത്രമല്ല, ദൈവം എനിക്ക് തന്നിരിക്കുന്ന ഈ ദർശനം അത് എന്നെ മാത്രമല്ല, എൻ്റെ ചരിത്രത്തെ, എൻ്റെ ഡെസ്റ്റിനിയെ മാത്രമല്ല മാറ്റുന്നത്, എൻ്റെ കുടുംബത്തിലുള്ളവരെ, എൻ്റെ സഭയിലുള്ളവരെ, എൻ്റെ ചുറ്റുപാടുമുള്ളവരെ ഇമ്പാക്റ്റ് ചെയ്യുന്ന, സ്വാധീനിക്കുന്ന ഒരു വലിയ ദർശനമാണ് ഞാൻ പ്രാപിച്ചിരിക്കുന്നത്. ഐ ഹാവ് ആൻ ഈഗിൾ വിഷൻ. ഞാൻ ഒരു കഴുകനെ പോലെ ദീർഘദൂര ദൃഷ്ടി ഉള്ള വ്യക്തിയാണ്, വിഷൻ ഉള്ള വ്യക്തിയാണ്. ഒരു ഹ്രസ്വദൃഷ്ടി ഉള്ള വ്യക്തിയല്ല, ഞാനൊരു ദീർഘദർശനം ഉള്ള വ്യക്തിയാണ്. ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ നിങ്ങളുടെ ദർശനം എങ്ങനെയായിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് വിലയിരുത്തുവാൻ കഴിയും. എന്താണ് ദർശനം? ദർശനം എന്ന് പറയുന്നത് ബിൽ ഹെയ്ബൽസ് എന്ന പ്രശസ്തനായ എഴുത്തുകാരൻ പറഞ്ഞിരിക്കുന്നത്, വിഷൻ ഈസ് എ പിക്ചർ ഓഫ് ദ ഫ്യൂച്ചർ ദാറ്റ് പ്രൊഡ്യൂസസ് പാഷൻ. ഭാവിയെപ്പറ്റിയുള്ള ഒരു ചിത്രമാണ് ദർശനം എന്ന് പറയുന്നത്. ആ ചിത്രം എൻ്റെ ഉള്ളിൽ ഒരു പ്രേരക ശക്തിയാണ്, ഒരു പാഷൻ തരുന്നതാണ്. വിഷൻ ഈസ് എ പിക്ചർ ഓഫ് ദ ഫ്യൂച്ചർ ദാറ്റ് പ്രൊഡ്യൂസസ് പാഷൻ. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ മനസ്സിൽ നമ്മെ ശക്തിപ്പെടുത്തുന്ന, നമ്മെ ബലപ്പെടുത്തുന്ന, നമ്മെ മുമ്പോട്ട് നയിക്കുന്ന ഒരു ദർശനമുണ്ടെങ്കിൽ, ഒരു ചിത്രം നമ്മുടെ ഭാവിയെക്കുറിച്ച് ഉണ്ടെങ്കിൽ, അത് തീർച്ചയായും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ, അത് ദൈവത്താൽ നൽകപ്പെട്ട ദർശനമാണെങ്കിൽ അതിനെ പ്രാപിക്കുവാൻ, അതിനെ സ്വായത്തമാക്കുവാൻ നമുക്ക് കഴിയും. വാട്ട് ഈസ് എ വിഷൻ ലൈക്ക്? 3 താരതമ്യപ്പെടുത്തിയുള്ള 3 കാര്യങ്ങൾ ഞാൻ പറയുവാനായിട്ട് താല്പര്യപ്പെടുന്നു. എന്താണ് ദർശനം? 3 ഉദാഹരണങ്ങൾ അതിന് പറയുവാനായിട്ട് താല്പര്യപ്പെടുന്നു. വിഷൻ ഈസ് ലൈക്ക് ദി ഐ ഓഫ് ദ ഈഗിൾ. ദർശനം എന്ന് പറയുന്നത് ഒരു കഴുകന്റെ കണ്ണുകളെ പോലെയാണ്. കഴുകൻ ദൂരത്ത് നിന്ന്, വളരെ വളരെ ദൂരത്ത് നിന്ന് അതിൻ്റെ ഇരയെ കാണുവാൻ ഇടയായിത്തീരും. അതിൻ്റെ കണ്ണുകൾക്ക് അതിന്
അത്ര ശക്തിയുണ്ട്. അതുപോലെ ഇപ്പോഴുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികൾക്കും അപ്പുറമായി ഒരു ദീർഘദൂര ദർശനം ഒരു നേതാവ് പ്രാപിച്ചിരിക്കണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഇപ്പോഴുള്ളതല്ല, ഇപ്പോഴുള്ള പ്രയാസങ്ങളോ പ്രതിസന്ധികളോ സാഹചര്യങ്ങളോ അല്ല, വരുവാനുള്ള ശ്രേഷ്ഠമായ ദൈവിക പദ്ധതികളെ, ഭാവിയെ തിരിച്ചറിയുവാൻ കഴിയുന്ന ഒരു ദർശനം നാം പ്രാപിച്ചിരിക്കണം. വിഷൻ ഈസ് ലൈക്ക് എ മാഗ്നിഫൈങ് ഗ്ലാസ്. നമ്മൾ കണ്ടിട്ടുണ്ടാകാം, ശാസ്ത്രജ്ഞന്മാരുടെ കയ്യിൽ അല്ലെങ്കിൽ ലബോറട്ടറിയിൽ വർക്ക് ചെയ്യുന്നവരുടെ കയ്യിൽ ഒരു മാഗ്നിഫൈങ് ഗ്ലാസ് ഉണ്ട്. ചെറിയ കാര്യങ്ങളെ വലുതാക്കി കാണിക്കുന്ന ഒരു തിക്കായിട്ടുള്ള, വളരെ കട്ടിയുള്ള ഒരു ഗ്ലാസ്, അതിനെ മാഗ്നിഫൈങ് ഗ്ലാസ് എന്ന് പറയുന്നു. ആ ഗ്ലാസ്സിലൂടെ നോക്കുമ്പോൾ കാണാൻ കഴിയാത്ത പല കാര്യങ്ങളും വളരെ ക്ലിയറായിട്ട് ഫോക്കസ് ചെയ്ത് കാണുവാൻ കഴിയുന്നു. അതുപോലെ നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള, നമ്മുടെ ഭാവിയെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണകൾ, വ്യക്തമായ കാര്യങ്ങൾ കാണുവാൻ നമ്മെ സഹായിക്കുന്നതാണ് ഈ ദർശനം എന്ന് പറയുന്നത്. അത് നമുക്ക് ഒരു ഗ്രേറ്റർ ക്ലാരിറ്റിയും ഫോക്കസും, വളരെ ലക്ഷ്യബോധം നൽകുന്നു, വളരെ ഉറപ്പ് നൽകുന്നു. മൂന്നാമത്തത്, വിഷൻ ഈസ് ലൈക്ക് എ ബാങ്ക്സ് ഓഫ് എ റിവർ എന്ന് പറഞ്ഞാൽ നദീതീരത്തിന്റെ തടം, നദീതീരത്തിന്റെ കരയെ ആണ് ദർശനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന്റെ അർത്ഥം, പല സ്ഥലങ്ങളിൽ നിന്ന് ഈ നദി ഒഴുകി വന്നിട്ട് ഈ നദീതീരത്ത് ഒരു ഫലഭൂഷ്ഠത, ഒരു പച്ചപ്പ് ആ നദീതീരത്ത് പടരുന്നു, നദീതീരത്ത് കാണുന്നു. അതുപോലെ വിഷൻ പ്രൊവൈഡ്സ് ഡിറക്ഷൻ. പല സ്ഥലങ്ങളിൽ നിന്ന്, പല കാര്യങ്ങളിൽ നിന്ന് നമ്മെ ഒരേ കാര്യത്തിലേക്ക് ചിന്തിപ്പിക്കുന്ന, പ്രവർത്തിപ്പിക്കുന്ന, ഫലഭൂഷ്ഠത നൽകുന്ന ഒരു പ്രേരക ശക്തി അല്ലെങ്കിൽ ഒരു ഘടകമാണ് ദർശനം എന്ന് പറയുന്നത്. പിശാച് നമ്മളെ പല കാര്യത്തിൽ നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യുമ്പോൾ, പല കാര്യത്തിലേക്ക് നമ്മുടെ ചിന്തകളെ തിരിപ്പിക്കുമ്പോൾ, ദർശനം നമ്മെ ദൈവം തന്ന ആ പദ്ധതിയിലേക്ക് നമ്മെ അടുപ്പിക്കുന്നു, ഫോക്കസ് ചെയ്യുവാൻ സഹായിക്കുന്നു. എന്താണ് ദർശനത്തിന്റെ ഗുണം? വിഷൻ പ്രൊവൈഡ്സ് അറ്റ്ലീസ്റ്റ് 9 ബെനഫിറ്റ്സ്. ഞാനത് വേഗത്തിൽ പറഞ്ഞു പോകാൻ താല്പര്യപ്പെടുന്നു. 9 ഗുണങ്ങൾ ദർശനം പ്രാപിച്ചാൽ നമുക്ക് ലഭിക്കാനിടയെത്തുന്നു. വിഷൻ ക്ലാരിഫൈസ് പേർപ്പസ്. നമുക്കൊരു ഉദ്ദേശം നൽകുന്നു. എസ്റ്റാബ്ലിഷ് ക്ലിയർ പ്രയോറിറ്റീസ്. വളരെ വ്യക്തമായ പ്രാധാന്യതകൾ നമ്മുടെ ജീവിതത്തിൽ അത് തരുന്നു. സെറ്റ്സ് എ സ്റ്റാൻഡേർഡ് ഓഫ് എക്സലൻസ്. വളരെ കാര്യങ്ങൾ ശ്രേഷ്ഠതയോടെ ചെയ്യുവാൻ നമ്മെ സഹായിക്കുന്നു. ഇൻസ്പയർസ് എക്സ്പെക്ടേഷൻ. നമ്മുടെ ജീവിതത്തിൽ അത് വളരെ ഒരു പ്രതീക്ഷ നൽകുന്നു. നമ്മുടെ സമർപ്പണത്തെ മോട്ടിവേറ്റ് ചെയ്യുന്നു. നമ്മുടെ പ്രൊഡക്ടിവിറ്റി നമ്മുടെ കഴിവുകളെ വർദ്ധിപ്പിക്കുന്നു. നമ്മുടെ വാതായനങ്ങളെ എക്സ്പാൻഡ് ചെയ്യുന്നു, ഓപ്പർച്യൂണിറ്റികളെ തുറക്കുന്നു. നമുക്കൊരു ധൈര്യം പകരുന്നു, പാഷൻ പകരുന്നു, നമുക്കൊരു ലക്ഷ്യം നൽകുന്നു. ഇതൊക്കെയാണ് ദർശനത്തിന്റെ ഗുണങ്ങൾ എന്ന് പറയുന്നത്. ഹൂ ഈസ് ദ ഗ്രേറ്റ് വിഷണറി ലീഡർ യു നോ? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കറിയാവുന്ന ഒരു വളരെ ദർശനമുള്ള വലിയൊരു നേതാവ് ആരാണ് പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വരുന്നത്? ബൈബിളിൽ നോക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നത് നെഹമ്യാവാണ്. നെഹമ്യാവ് ക്രിസ്തീയ നേതൃത്വ ശുശ്രൂഷയുടെ ഉത്തമ ഉദാഹരണമാണ്, ദർശനത്തിന്റെ ഉത്തമ ഉദാഹരണമാണ്. നെഹമ്യാവിന്റെ പുസ്തകത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ, നെഹമ്യാവിന്റെ പുസ്തകത്തിൽ 1-ാം അധ്യായം മുതൽ നമുക്ക് ദൈവം അവന് കൊടുത്ത ദർശനത്തെപ്പറ്റി കാണുവാൻ കഴിയുന്നു. 1-ാം അധ്യായം, നെഹമ്യാവ് 1-ാം അധ്യായം 4-ാം വാക്യം മുതൽ വായിച്ചു വരുമ്പോൾ, ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാനിരുന്നു കരഞ്ഞു, കുറെ നാൾ ദുഃഖിച്ചുകൊണ്ട് സ്വർഗത്തിലെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു. നാം 2-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, അതിന്റെ 13-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, യെരൂശലേമിന്റെ മതിലുകൾ ഇടിഞ്ഞു കിടക്കുന്നതും വാതിലുകൾ തീ വച്ച് ചുട്ടിരിക്കുന്നതും കണ്ടു. 17-ാം വാക്യത്തിൽ, വരുവിൻ, നാം ഇനിയും നിന്നാപാത്രമായിരിക്കാതെ വണ്ണം യെരൂശലേമിൽ മതിൽ പണിയുക എന്ന് പറഞ്ഞു. ഇവിടെ യഥാർത്ഥത്തിൽ ദർശനം പ്രാപിച്ച, ദൈവിക ദൗത്യം ദർശനം പ്രാപിച്ച നെഹമ്യാവിനെ പറ്റി നമുക്ക് കാണുവാൻ കഴിയുന്നു. നെഹമ്യാവ് 52 ദിവസം കൊണ്ട് മതിൽ പണിഞ്ഞതിന്റെ കാരണം അവന്റെ ജീവിതത്തിൽ
അവനെ ബലപ്പെടുത്തിയ ആ ഒരു സ്രോതസ് എന്ന് പറയുന്നത് ദർശനമായിരുന്നു. തൻ്റെ സമശിഷ്ടങ്ങളുടെ സഹോദരങ്ങളുടെ സ്ഥിതി അറിഞ്ഞപ്പോൾ, യെരുശലേമിന്റെ സ്ഥിതി അറിഞ്ഞപ്പോൾ, അവർ മഹാകഷ്ടത്തിലും അപമാനത്തിലും ഇരിക്കുന്നു, യെരുശലേമിന്റെ മതിൽ ഇടിഞ്ഞും അതിന്റെ വാതിൽ തീവച്ച് ചുട്ടും കിടക്കുന്നു എന്ന് കേട്ടപ്പോൾ അവന്റെ ദർശനം വർദ്ധിപ്പാനിടയായി തീർന്നു. ആ ദർശനം മറ്റുള്ളവരിലേക്ക് കാസ്റ്റ് ചെയ്തു, പങ്കുവച്ചു. അവർ ഒരുമിച്ച് 52 ദിവസം കൊണ്ട് അസാധ്യമായ കാര്യം ദൈവത്തിന്റെ സഹായത്താൽ, അവരുടെ കഠിനാധ്വാനത്താൽ അവർ മതിൽ പണിഞ്ഞ് തീർക്കുവാൻ ഇടയായി തീർന്നു. ഈ നെഹമ്യാവിന്റെ പുസ്തകത്തിൽ നിന്ന് പല കാര്യങ്ങളും പഠിക്കുവാൻ കഴിയുമെങ്കിലും പെട്ടെന്ന് 3 കാര്യങ്ങൾ പറഞ്ഞ് വിഷൻ ദർശനത്തെ പറ്റി പറഞ്ഞ് മുമ്പോട്ട് നീങ്ങുവാൻ താല്പര്യപ്പെടുന്നു. നെഹമ്യാവിന്റെ ജീവിതത്തിൽ നാം കാണുന്നത്, നെഹമ്യാവ് 1-ാം അധ്യായം 1 മുതൽ 2 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്, ഹി സോ ദ നീഡ്. അവൻ ആ ആവശ്യബോധത്തെ അവൻ കണ്ണ് തുറന്ന് കണ്ടു. ആരും കാണാതിരിക്കുമ്പോൾ, മറ്റുള്ളവർക്ക് കാണാതിരിക്കുമ്പോൾ, അവൻ ശൂഷൻ രാജധാനിയിൽ നല്ല രാജകീയ മാന്യമായ രീതിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോഴും സ്വന്തം ജനത്തെക്കുറിച്ചുള്ള, സ്വന്തം നാട്ടിനെക്കുറിച്ചുള്ള, അതിന്റെ അവസ്ഥയെക്കുറിച്ചുള്ള ആവശ്യം അവൻ കാണുവാനിടയായി തീർന്നു. നാമും ഏതവസ്ഥയിലായിരിക്കുന്നു എന്നുള്ളതല്ല, നാം ഒരുപക്ഷെ നല്ല രീതിയിൽ അനുഗ്രഹിക്കപ്പെട്ട രീതിയിലാകാം, അല്ലെങ്കിൽ നാം ഇപ്പോഴുള്ള അവസ്ഥയിൽ ആയിരിക്കാം. ഏതവസ്ഥയിലായിരുന്നാലും ദർശനം നാം പ്രാപിച്ചു കഴിയുമ്പോൾ നാം മറ്റുള്ളവരുടെ ആവശ്യങ്ങളെ, നമ്മുടെ സമശിഷ്ടങ്ങളുടെ, ദൈവസഭയുടെ, ദൈവരാജ്യത്തിന്റെ ആവശ്യത്തെ നമുക്ക് അത് പ്രാപിക്കുവാൻ, അത് കാണുവാൻ കഴിയും. അവിടെ നെഹമ്യാവ് 2 കാര്യങ്ങൾ വളരെ തന്നെ ഭാരപ്പെടുത്തിയത് കാണുവാൻ കഴിയുന്നു. നെഹമ്യാവിന്റെ പുസ്തകം 1-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ അവിടെ താൻ പറയുന്നത്, താൻ കണ്ട നീടെന്ന് പറയുന്നത്, ഒന്ന്, പ്രവാസത്തിൽ തെറ്റി ഒഴിഞ്ഞുപോയ ശേഷിപ്പ്, സ്വന്തം സഹോദരങ്ങൾ ആ സംസ്ഥാനത്ത് മഹാകഷ്ടത്തിലും അപമാനത്തിലും ഇരിക്കുന്നു എന്ന് കണ്ടു. രണ്ടാമതായിട്ട് യെരുശലേമിന്റെ മതിൽ ഇടിഞ്ഞും അതിന്റെ വാതിലുകൾ തീവച്ച് ചുട്ടും കിടക്കുന്നത് കണ്ടു. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നാം എന്താണ് കാണുന്നത്? നാം എവിടെയാണ് നമ്മുടെ ആവശ്യങ്ങളെ നാം കാണുന്നത്? ദൈവരാജ്യത്തിന്റെ ദർശനം നാം എങ്ങനെയാണ് കാണുന്നത്? മറ്റുള്ളവരെക്കുറിച്ചുള്ള ദർശനം എങ്ങനെയാണ് നാം കാണുന്നത്? നമ്മുടെ മതിലുകളെ നാം എങ്ങനെയാണ് കാണുന്നത്? നമ്മുടെ മതിലുകളുടെ അവസ്ഥയെ നാം എങ്ങനെയാണ് കാണുന്നത്? കുടുംബത്തിന്റെയോ, ജീവിതത്തിന്റെയോ, ആത്മീയ ജീവിതത്തിന്റെയോ, ശുശ്രൂഷയുടെയോ മതിലുകൾ എവിടെങ്കിലും ഇടിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കാണുവാൻ കഴിയുമോ നമുക്ക്? വിഷൻ ഈസ് ബേർഡ് ഇൻ എ ഹ്യൂമൻ എക്സ്പീരിയൻസ്. ഒരു ജീവിത സാഹചര്യത്തിൽ നിന്ന് ആ ആവശ്യത്തെ കണ്ട് ഉടലെടുത്ത ഒരു ദർശനം, മറ്റുള്ളവരുടെ ആവശ്യങ്ങളെ തിരിച്ചറിഞ്ഞ് കണ്ട് ഉടലെടുത്ത ഒരു ദർശനം. രണ്ടാമതായി നെഹമ്യാവ്, ഹി ഫെൽറ്റ് ദ നീഡ്. നെഹമ്യാവ് 1-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ, ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ ഇരുന്ന് കരഞ്ഞു, കുറെ നാൾ ദുഃഖിച്ചും ഉപവസിച്ചും കൊണ്ട് സ്വർഗത്തിലെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു. അവൻ സ്വന്തം കാര്യത്തിനു വേണ്ടിയല്ല, സ്വന്തം ജനത്തിനു വേണ്ടി അവൻ ഉപവസിക്കുകയും കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. ഹി ഫെൽറ്റ് ദ നീഡ്. മറ്റുള്ളവരുടെ ദുഃഖം തന്റെ സ്വന്തം ദുഃഖമായി അവൻ ഏറ്റെടുക്കുവാനായി തീർന്നു. വിഷണറി ലീഡേഴ്സ് ആർ വില്ലിംഗ് ടു ഇന്റൻഷനലി പുട്ട് ദ നീഡ് ഇൻ ദ ഹാർട്ട് ആൻഡ് ഫീൽ ദ പെയിൻ പേഴ്സണലി. ഒരു ദർശനം പ്രാപിച്ച യഥാർത്ഥ നേതാവ് എന്ന് പറയുന്നത്, അവർ ആ ദുഃഖം യഥാർത്ഥമായി അവർ അറിയുന്നവരാണ്. അവർ ആ വേദന അറിയുന്നവരാണ്, മറ്റുള്ളവരുടെ വേദന അറിയുന്നവരാണ്. മൂന്നാമത് നെഹമ്യാവ് ചെയ്തത്, ഹി ബോണ്ടഡ് ടു ദ നീഡ്. 4-ാം വാക്യത്തിൽ, ഫോർ സം ഡേയ്സ് ഐ മോണ്ട്. ചില ദിവസങ്ങൾ ഞാൻ ഇരുന്ന് കരഞ്ഞു. അതുമായി പങ്കുചേരുകയാണ്, ആത്മാർത്ഥമായി അതുമായി പങ്കുചേരുകയാണ്. മോശ മിസ്രൈമിന്റെ കൊട്ടാരത്തിലെ സുഖമഹിമകളെക്കാൾ തന്റെ സ്വന്തം ജനത്തോടുകൂടെ കഷ്ടമനുഭവിക്കുന്നത്, ക്രിസ്തുവിനു വേണ്ടി കഷ്ടമനുഭവിക്കുന്നത് നല്ലതെന്ന് താൻ കണ്ടു. God bounds chosen servants to the need to bring the kingdom of God on earth. ദൈവം അങ്ങനെ നമ്മെ വിളിക്കുകയാണ്, ചിലതിലേക്ക് പങ്കുചേരുവാൻ, ചിലരുടെ കഷ്ടങ്ങളിലേക്ക് പങ്കുചേരുവാൻ ദൈവം നമ്മെ വിളിക്കുക. അങ്ങനെ ദൈവരാജ്യത്തിന്റെ പണിക്കായി ദൈവം നമ്മെ വിളിക്കുകയാണ്. നെഹമ്യാവ് താൻ പങ്കുചേരുക മാത്രമല്ല, ഹി ഫെൽറ്റ് ദ ബേർഡൻ ഫോർ ദ നീഡ്. അവൻ
ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. ദൈവത്താൽ മാത്രമേ, ദൈവിക ദർശനത്താൽ മാത്രമേ ഇത് സാധ്യമാകൂ എന്ന് തനിക്ക് മനസ്സിലായി. എന്താണ് ബേർഡൻ? ആത്മഭാരം. ഇറ്റ് ബർത്ത് ഇൻ ഗ്രേറ്റ് വിഷൻസ്. ഒരു വലിയ ദർശനത്തിലാണ് ആത്മഭാരം വെളിപ്പെടുന്നത്. ഇറ്റ് പ്രൊവൈഡ്സ് പാഷൻ ഫോർ ദ വിഷൻ. അത് നമ്മെ മുൻപോട്ട് നയിക്കുന്ന പ്രേരക ശക്തിയായി, പാഷനായി മാറുകയാണ്. ഡു യു ഹാവ് എ ക്ലിയർ സെൻസ് ഓഫ് ദ പ്രൈമറി നീഡ് ദാറ്റ് ഗോഡ് ഡിസൈർസ് ഫോർ യു ടു ഫുൾഫിൽ? നിങ്ങളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന, നിങ്ങളിൽ കൂടി ചെയ്യുവാൻ ദൈവം ആഗ്രഹിക്കുന്ന ചില വ്യക്തമായ ചില വസ്തുതകൾ, ആവശ്യങ്ങൾ, ചില കാര്യങ്ങൾ, പദ്ധതികളുണ്ട്. അത് നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? നെഹമ്യാവിനെ പോലെ അതിൽ പങ്കുചേരുവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ചില ദൈവിക പദ്ധതികൾ, ദൈവിക പ്രവൃത്തികൾ, പണികൾ ചിലരിൽ ചെയ്തെടുക്കുവാൻ, ദേശത്ത് ചെയ്തെടുക്കുവാൻ, നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തെടുക്കുവാൻ ദൈവം നിങ്ങളെ ഉപയോഗിക്കുവാൻ താല്പര്യപ്പെടുന്നു. യു നീഡ് ടു ആക്ട് ഇൻ ഫെയ്ത്ത്. യു നീഡ് ടു acknowledge the power of God. You need to be accountable to God and people. ആ ഉദ്ദേശം സ്ഥാപിക്കപ്പെടണമെങ്കിൽ, സാധ്യമാകണമെങ്കിൽ, നെഹമ്യാവ് ദൈവവിളിയെ അനുസരിച്ചതുപോലെ, ദർശനത്തിനനുസരിച്ചതുപോലെ, വിശ്വാസത്താൽ മുൻപോട്ട് സ്റ്റെപ്പുകൾ വെച്ചതുപോലെ, ദൈവശക്തിയാൽ ദൈവത്തിന്റെ കരം എന്നോട് കൂടെ ഉണ്ടെന്ന് വിശ്വസിച്ച് ശക്തി ഏറ്റെടുത്തതുപോലെ, മനുഷ്യരോടും ദൈവത്തോടും കടപ്പാടുള്ളവനായി തീർന്നതുപോലെ തീർന്നെങ്കിൽ മാത്രമേ അത് നമ്മളിൽ കൂടെ സാധ്യമാകുകയുള്ളൂ. ടേക്ക് ആൻ ഇനിഷ്യൽ ആക്ഷൻ ടു മീറ്റ് ദ നീഡ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ആവശ്യബോധം, എവിടെയോ ചില പണികൾ ദൈവം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു, അത് നിങ്ങൾക്ക് അറിയാം, ആ നീഡ് നിങ്ങൾ മനസ്സിലാക്കുന്നു. അതിനുവേണ്ടി ചില സ്റ്റെപ്പുകൾ വെച്ചാട്ടെ, ദർശനം പ്രാപിച്ചാട്ടെ, വിശ്വാസത്തോടെ മുൻപോട്ട് കാലുകൾ വെച്ചാട്ടെ, ദൈവം നിങ്ങളിൽ കൂടി വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയും. എവറി ലീഡർ മസ്റ്റ് ആൻസർ 2 questions. What is my purpose? What is my vision? If you can answer these questions, then your life is about to change forever. നിങ്ങളുടെ ജീവിതത്തെ മാറ്റുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ മാറുവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? 2 കാര്യങ്ങൾ നിങ്ങൾ ചോദിക്കുക. എന്താണ് എന്നെക്കുറിച്ച് ദൈവം ഉദ്ദേശിക്കുന്നത്? എന്താണ് എൻ്റെ ദർശനം? ഇത് ദൈവം തന്ന ദർശനമാണെങ്കിൽ, ദൈവവചനത്തിൽ, ദൈവിക ഹിതത്തിൽ അടിസ്ഥാനപ്പെട്ടതാണെങ്കിൽ അതിനെ പൂർത്തീകരിക്കുവാൻ ദൈവം സർവശക്തനാണ്. ഇഫ് യു ഹാവ് എ വിഷൻ, റൈറ്റ് ഡൗൺ. ഒരു വിഷൻ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കിയാട്ടെ, അതിനോട് ചേർന്ന് ഒരു മിഷൻ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കിയാട്ടെ. യുവർ വിഷൻ സ്റ്റേറ്റ്മെന്റ് ഷുഡ് ബി റിട്ടൺ ഇൻ ദ പ്രസൻസ് ഓഫ് ഗോഡ്. ദൈവ സാന്നിധ്യത്തിൽ ഇരുന്ന് അതിനെ പ്രാപിച്ച് നിങ്ങൾ എഴുതിയെടുക്കുക. അത് ദൈവിക ദർശനമാണ്, ദൈവം തന്നതാണ്. ദൈവം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പദ്ധതിയുടെ ബ്ലൂ പ്രിന്റ് ആണ്, ഒരു രൂപരേഖയാണ്. അത് നിങ്ങളുടെ മനസ്സിൽ കയറട്ടെ, ഒരു ചിത്രമായി കയറട്ടെ. ആ നീഡ് നിങ്ങൾ കണ്ടാട്ടെ, ആത്മഭാരം വർദ്ധിക്കട്ടെ, അതിൽ ഫുൾ ഷേപ്പിലേക്ക് എത്തുവാൻ തക്കവണ്ണം പ്രയത്നിച്ചാട്ടെ, പ്രാർത്ഥിച്ചാട്ടെ. ദൈവം അതിന്റെ പൂർത്തീകരണത്തിലേക്ക് കൊണ്ടുവരും. കാരണം ദൈവത്തിൻ്റെ പറയുന്നു, നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കും. നിങ്ങളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന എന്താണ്? ദൈവരാജ്യത്തെക്കുറിച്ച് നിങ്ങൾക്കുള്ള ദർശനം എന്താണ്? ദൈവം നിങ്ങളെക്കുറിച്ച് ഈ ഭൂമിയിൽ എന്ത് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു? വിഷൻ സ്റ്റേറ്റ്മെന്റിൽ നിന്നാണ് മിഷൻ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാകേണ്ടത്. ദർശനത്തിൽ നിന്നാണ് ചെയ്യാൻ പോകുന്ന പ്രവൃത്തിയുടെ രൂപരേഖ തയ്യാറാകേണ്ടത്. എന്താണ് നിങ്ങളുടെ ആ മിഷൻ സ്റ്റേറ്റ്മെന്റ്, വിഷൻ സ്റ്റേറ്റ്മെന്റ്? ഷെയർ യുവർ വിഷൻ ആൻഡ് മിഷൻ വിത്ത് യുവർ ഫാമിലി. അത് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടോ? അത് നിങ്ങളെ നിർബന്ധിക്കുന്നുണ്ടോ? നിങ്ങളെ ധൈര്യപ്പെടുത്തുന്നുണ്ടോ? നിങ്ങളത് എഴുതി വച്ചതിന് ശേഷം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. കർത്താവേ, നിന്റെ ഹിതം നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. യൂസ് മീ ഫോർ ദാറ്റ് വിഷൻ. മാത്രമല്ല, ഈ ദർശനത്തോടൊപ്പം നിങ്ങൾക്കൊരു ലക്ഷ്യബോധം ഉണ്ടാകും, ഒരു ഗോൾ സെറ്റിംഗ് ഉണ്ടാകണം. ഗോൾ സെറ്റിംഗ് എന്ന് പറയുന്നത് സെറ്റിംഗ് ദ ഗോൾ, ഒരു ലക്ഷ്യം നിങ്ങൾ സ്ഥാപിക്കുക, ലക്ഷ്യം നിങ്ങൾ പ്രാപിക്കുക. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ഞാൻ ആകാശത്ത് മുഷ്ടിയുദ്ധം ചെയ്യുന്നവരെ പോലെ അല്ല ഞാൻ ശുശ്രൂഷ ചെയ്യുന്നത്, വളരെ ദർശനത്തോടെയാണ്. എനിക്കൊരു വിളിയുണ്ട്. എൻ്റെ വിളിയുടെ ആ ലാക്കിനായിട്ട് ഞാൻ ഓടുകയാണ്. പിമ്പിലുള്ളതിനെ മറന്ന് ഞാൻ മുൻപിലുള്ളതിലേക്ക് ആഞ്ഞുകൊണ്ട് ഞാൻ മുൻപോട്ട് ഓടുന്നു. God looks for men and women who are biblically committed to cast the vision, set goals, mobilize the body of Christ, and overcome obstacles in order to reach the nations for Christ. If you want to understand the importance of setting goals for effective leadership, you should have a vision.
നിങ്ങൾക്ക് ഒരു ലക്ഷ്യബോധം ഉണ്ടാകണമെങ്കിൽ ഒരു ദർശനം ഉണ്ടാകണം. ആരോ ഒരിക്കൽ പറഞ്ഞു, ഇഫ് യു ഡോണ്ട് നോ വെയർ യു ആർ ഗോയിങ്, എവറി റോഡ് ലീഡ്സ് ടു യുവർ ഡെസ്റ്റിനേഷൻ. നിങ്ങൾക്ക് എവിടെയാണ് പോകേണ്ടതെന്നത് വ്യക്തമായ ധാരണയില്ലെങ്കിൽ നിങ്ങൾ ഏതു വഴി കണ്ടാലും അതിലേക്ക് നടന്നു കയറും. ഏതു വഴിക്കും പോകുവാൻ നിങ്ങൾക്ക് കഴിയും. പക്ഷെ ഒരു ദർശനം ഉണ്ടെങ്കിൽ, ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ, ഒരു ഡെസ്റ്റിനേഷൻ ഉണ്ടെങ്കിൽ നാം വളരെ ആ ലക്ഷ്യത്തോടെയായിരിക്കും മുമ്പോട്ട് പോകുന്നത്. ലക്ഷ്യബോധമുള്ളവർ ദേ നോ വേർ ദേ ആർ ഗോയിങ്, വാട്ട് ദേ ഹാവ് പ്ലാൻ ടു അറൈവ് അറ്റ് ദെയർ ഡെസ്റ്റിനേഷൻ. ലക്ഷ്യബോധമുള്ളവർക്ക് അവർക്കറിയാം എവിടെയാണ് പോകുന്നത്, അവരുടെ ഡെസ്റ്റിനേഷനിലേക്ക്, അവരുടെ സ്ഥാനത്തിലേക്ക് എത്താൻ എന്താണ് ചെയ്യേണ്ടത്. ഗോൾ സെറ്റിംഗ് എന്ന് പറയുമ്പോൾ കോർപ്പറേറ്റ് സെക്ടറിൽ ഞാൻ പല കോർപ്പറേറ്റ് ട്രെയിനിങ്ങിൽ, ലീഡർഷിപ്പ് ട്രെയിനിങ്ങിൽ പഠിപ്പിക്കുന്ന, ക്ലാസ് എടുക്കുന്ന വ്യക്തിയായതുകൊണ്ട് ഗോൾ സെറ്റിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ്, അതിൻ്റെ പ്രാധാന്യത വളരെ വലുതാണ്. പലരെയും ട്രാൻസ്ഫോം ചെയ്യുന്ന, പലരെയും അവരുടെ ജീവിതത്തെ രൂപപ്പെടുത്തുന്ന ഒരു ഘടകമാണ് ഗോൾ സെറ്റിംഗ്. പക്ഷേ ആത്മീയ ജീവിതത്തിലേക്ക് വരുമ്പോൾ, ആത്മീയ ശുശ്രൂഷകളിലേക്ക് വരുമ്പോൾ ഞാൻ കേട്ടിട്ടുള്ള കാര്യം, പല കാര്യങ്ങൾ ചെയ്യുന്നുവെങ്കിലും ഒരു ലക്ഷ്യബോധമില്ലാതെ ചെയ്യുന്നു. അതുകൊണ്ട് പലരുടെയും ശുശ്രൂഷ, പലരുടെയും ജീവിതം യഥാർത്ഥത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ മുന്നേറുവാൻ കഴിയുന്നില്ല. ബെനഫിറ്റ്സ് ഓഫ് സെറ്റിംഗ് ഗോൾസ്. നാം ഗോൾ സെറ്റ് ചെയ്യുന്നതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? ലക്ഷ്യങ്ങൾ സ്ഥാപിക്കുന്നതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? നാം നമ്മുടെ ജീവിതത്തിൽ ഡിസിപ്ലിൻ ആയിട്ടുള്ള ഒരു ഗോൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മെ ഗ്രേറ്റർ എഫക്റ്റീവ്നെസ്സിലേക്ക്, നമ്മുടെ ശുശ്രൂഷയുടെ ഫലപ്രദമായ ശുശ്രൂഷയിലേക്ക്, ഒരു വലിയ സാറ്റിസ്ഫാക്ഷനിലേക്ക്, നമ്മുടെ ജീവിതത്തിൽ വലിയൊരു കൃതാർത്ഥതയിലേക്ക് അത് നടത്തുവാനിടയായിത്തീരും. ഗോൾസ് ഗീവ്സ് പേർപ്പസ് ആൻഡ് ഡിറക്ഷൻ ടു അവർ ലൈഫ്. ഒന്നാമത്തെ ഗുണം, അത് നമ്മുടെ ജീവിതത്തിൽ ഒരു ഉദ്ദേശം തരുന്നു, ഒരു ഡിറക്ഷൻ തരുന്നു. അങ്ങനെ നാം ആ ദർശനത്തിൽ അല്ലെങ്കിൽ ആ ലക്ഷ്യത്തിൽ നാം ഫോക്കസ് ചെയ്യുമ്പോൾ അത് നമ്മുടെ എഫേർട്ടിനെ, നമ്മുടെ പ്രവൃത്തികളെ അത് സ്വാധീകരിക്കുന്നു, അത് സ്വായത്തമാക്കുവാൻ സഹായിക്കുന്നു. ഗോൾ സിംപ്ലിഫൈ ദ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്. ഒരു തീരുമാനമെടുക്കാൻ നമുക്കൊരു ലക്ഷ്യബോധമുണ്ടെങ്കിൽ ഒരു തീരുമാനമെടുക്കുവാൻ, ശരിയായ തീരുമാനമെടുക്കുവാൻ അത് നമ്മെ വളരെയധികം സഹായിക്കും. ഗോൾ എക്സസൈസ് ഫെയ്ത്ത്. ലക്ഷ്യബോധം അല്ലെങ്കിൽ ഗോൾ സെറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് വിശ്വാസത്താൽ ഉടലെടുക്കുന്നതാണ്, വിശ്വാസത്തിൽ ചെയ്യുന്ന പ്രവൃത്തിയാണ്. ഫോർ എ ബിബ്ലിക്കൽ ലീഡർ, ഗോൾസ് ആർ പ്രാക്ടിക്കൽ സ്റ്റെപ്സ് ഓഫ് ഫെയ്ത്ത് ഇൻ ഗോഡ്. ഒരു ക്രിസ്തീയ നേതൃത്വ ശുശ്രൂഷ ചെയ്യുന്ന ബിബ്ലിക്കൽ ലീഡറിന്, ആത്മീക നേതാവിന് ഗോൾസ് എന്ന് പറയുന്നത് ദൈവത്തിൽ ആശ്രയിച്ച്, ദൈവത്തിൽ വിശ്വസിച്ച് എടുക്കുന്ന ചില പ്രാക്ടിക്കൽ സ്റ്റെപ്പുകളാണ്. ഗോൾസ് ഗീവ് സെൻസ് ഓഫ് അച്ചീവ്മെന്റ് ആൻഡ് സാറ്റിസ്ഫാക്ഷൻ. നാം ആ ഗോൾസുകൾ സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാകുന്നു, നമുക്ക് വലിയ കൃതാർത്ഥത നൽകുന്നു, സാറ്റിസ്ഫാക്ഷൻ നൽകുന്നു. ഈ ഗോൾ സെറ്റിങ്ങിന്റെ ബിബ്ലിക്കൽ ഫൗണ്ടേഷനെ പറ്റി ചിന്തിച്ചാൽ, ഇത് കോർപ്പറേറ്റ് വേൾഡിൽ അല്ലെങ്കിൽ ബിസിനസ്സുകാരുടെ ഇടയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. പക്ഷേ ഒരു ബിബ്ലിക്കൽ ലീഡർ, ആത്മീക നേതാവ് ഇതിന്റെ പ്രാധാന്യത്തെ തിരിച്ചറിയണം. ഇത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം വളരെ ഫലപ്രദമായി തീരും, നമ്മുടെ ശുശ്രൂഷ വളരെ ഫലപ്രദമായി തീരും. എങ്ങനെയൊക്കെ എന്തൊക്കെയൊക്കെ ചെയ്ത് ജീവിക്കുന്ന വ്യക്തിയായിട്ടല്ല, വളരെ ലക്ഷ്യബോധത്തിൽ നമുക്ക് പല കാര്യങ്ങളെ കർത്താവിന് വേണ്ടി ചെയ്തെടുക്കുവാൻ കഴിയും. ഡസ് ദ ബൈബിൾ ഗീവ് എനി ഫൗണ്ടേഷൻ ഫോർ ഗോൾ സെറ്റിംഗ്? യേശു ക്രിസ്തുവിന് ഒരു വളരെ വലിയ ശരിയായ ദർശനം, ലക്ഷ്യം ഉണ്ടായിരുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 19 അധ്യായം അതിന്റെ 10 വാക്യം, ചാപ്റ്റർ 19 വേഴ്സ് 10, For the Son of Man came to seek and save the lost. യേശുവിന്റെ പ്രവൃത്തിയുടെ ഉദ്ദേശം, യേശു കടന്നു വന്നതിന്റെ ഉദ്ദേശം, ലക്ഷ്യം അവിടെ കഴിയുന്നു. മനുഷ്യപുത്രൻ നഷ്ടപ്പെട്ടതിനെ തിരഞ്ഞ് കണ്ടെത്തുവാൻ കടന്നു വന്നിരിക്കുന്നു. യേശു മാത്രമല്ല, അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിതത്തിൽ ഒരു വലിയ ലക്ഷ്യബോധം ഉണ്ടായിരുന്നു. യേശുവിന്റെ ലക്ഷ്യം നാം കാണുന്നത് ടു സീ ദ ലോസ്റ്റ് സേവ്ഡ്. കാണാതെ പോയതിനെ തിരഞ്ഞ് കണ്ടെത്തുവാൻ, തിരഞ്ഞ് രക്ഷിപ്പാൻ അത്രേ മനുഷ്യപുത്രൻ വന്നത്. പൗലോസും
ഒരു ഗോൾ ഓറിയന്റഡ് ലക്ഷ്യബോധമുള്ള ഒരു ജീവിതം മിനിസ്ട്രി ചെയ്തിരുന്നു. തന്റെ 3 മിഷണറി യാത്രകളും വളരെ ലക്ഷ്യബോധത്തിൽ ബേസ് ചെയ്തതായിരുന്നു. ലക്ഷ്യബോധത്തോടു കൂടിയുള്ളതായിരുന്നു. ദൈവത്തിന്റെ വിളിക്കായിട്ട്, ദർശനത്തിനായിട്ട് തന്റെ ജീവിതത്തെ സമർപ്പിച്ച് താൻ യെരുശലേമിലേക്ക് ഒരു ഗോൾ സെറ്റ് ചെയ്ത് പോകുകയാണ്. എഫേസസ് സഭയിൽ തന്റെ ആ ലേഖനത്തിൽ തന്റെ ദർശനത്തെപ്പറ്റി, പരിശുദ്ധാത്മാവ് കൊടുത്ത ദർശനത്തെപ്പറ്റി, ലക്ഷ്യത്തെപ്പറ്റി താൻ എഴുതിയിരിക്കുന്നു. അവിടെ തന്റെ ജീവിതം പരിശുദ്ധാത്മാവിൽ ക്രമീകൃതവും ലക്ഷ്യബോധത്തിലുമുള്ളതായിരുന്നു. അവിടെ നാം വായിക്കുന്നു, എഫേസ്യ സഭയിൽ പോകുവാൻ താല്പര്യപ്പെട്ടപ്പോൾ ഹോളി സ്പിരിറ്റ് ടോൾഡ് ഹിം നോട്ട് ടു ഗോ ടു ജെറുസലേം. യെരുശലേമിലേക്ക് പോകേണ്ട എന്ന് പറഞ്ഞപ്പോൾ അവൻ അതനുസരിക്കുവാനിടയായി തീർന്നു. അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായം 22 23 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ നമുക്കത് കാണുവാൻ കഴിയുന്നു. അവിടെ കാണുന്നത് പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിതനായി അവന് പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് അവൻ ലക്ഷ്യത്തോടുകൂടി മുമ്പോട്ട് യാത്ര ചെയ്യുന്നു. ഗോൾ സെറ്റിംഗ് ബിഗിൻസ് വിത്ത് എ വിഷൻ. ഒരു ദർശനത്തോടുകൂടിയാണ് ഒരു ലക്ഷ്യം അല്ലെങ്കിൽ ഒരു ഗോൾ സെറ്റിംഗ് സ്ഥാപിക്കപ്പെടുന്നത്. നാം നേരത്തെ വായിച്ചതുപോലെ സദൃശ്യവാക്യം 29:18 പറയുന്നു, "There's no revelation, vision, people cast off restraint." ദർശനമില്ലാകിയാൽ ജനം മര്യാദ വിട്ട് നടക്കുന്നു. If a leader can articulate God's vision clearly, cast God's vision clearly, ഒരു ആത്മീയ നേതാവിന് ദൈവിക ദർശനം അത് യഥാർത്ഥമായി മറ്റുള്ളവരിലേക്ക് പങ്കുവയ്ക്കുവാൻ കഴിഞ്ഞാൽ, മറ്റുള്ളവരുടെ ജീവിതത്തിൽ ലക്ഷ്യബോധം ഉണ്ടാക്കുന്നത് അത് വളരെ ഈസിയും ഫോക്കസ്ഡുമായിരിക്കും. വിഷൻ ഈസ് ദി ഫൗണ്ടേഷൻ ഓഫ് ഓൾ ലീഡർഷിപ്പ്. ദർശനം, ഗോൾ സെറ്റിംഗ് എന്ന് പറയുന്നത് അത് എല്ലാ ആത്മീയ നേതൃത്വ ശുശ്രൂഷയുടെയും അടിസ്ഥാനമാണ്. അടുത്ത ചില നിമിഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്? ഒരു എയ്റോപ്ലെയിനിൽ, ഒരു ഫ്ലൈറ്റിൽ പൈലറ്റ് ഇല്ലാതെ യാത്ര സാധ്യമല്ല. ഒരു ലക്ഷ്യമില്ലാതെ യാത്ര സാധ്യമല്ല. ഒരു വാഹനത്തിന് ലക്ഷ്യമില്ലാതെ യാത്ര സാധ്യമല്ല. നമുക്ക് ലക്ഷ്യസ്ഥാനമില്ലാതെ യാത്ര സാധ്യമല്ല. ഒരു കപ്പലിന് കപ്പിത്താനില്ലാതെ, അതിനെ നയിക്കുന്ന ഒരു സിസ്റ്റമില്ലാതെ, കപ്പിത്താനില്ലാതെ ആ കപ്പലിന് മുൻപോട്ട് പോകുവാൻ സാധ്യമല്ല. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മുന്നേറണമെങ്കിൽ ഒരു ദർശനം, ഒരു ലക്ഷ്യബോധം നാം പ്രാപിച്ചെങ്കിൽ മാത്രമേ കഴിയുകയുള്ളൂ. Goal setting is simply writing down your dreams, crystallizing your thinking, prioritizing your thinking, and then developing a plan with a deadline to attain them. എന്താണ് ഗോൾ സെറ്റിംഗ്? അത് നിങ്ങളുടെ സ്വപ്നങ്ങൾ, ദൈവം തന്ന ദൈവിക സ്വപ്നങ്ങൾ, വാഗ്ദത്തങ്ങൾ, ദർശനങ്ങൾ എഴുതിയിടുക. അതിനെ പ്രാവർത്തികമാക്കുവാൻ പ്ലാനുകൾ, സ്റ്റെപ്പുകൾ എടുക്കുക. അതിനെപ്പറ്റി ചിന്തിക്കുക. അത് പ്രാപിക്കേണ്ടതായ ഒരു ഡേറ്റ്, പൂർത്തീകരിക്കേണ്ടതായ ഒരു സമയവും എഴുതിയിടുക. നമ്മുടെ ദർശനം ഇറ്റ്സ് അക്കംപ്ലിഷ്ഡ് ത്രൂ സ്പെസിഫിക് ഗോൾസ്. ഈ ഗോൾ സെറ്റ് ചെയ്യുന്നതിലൂടെ മാത്രമേ നമ്മുടെ ദർശനം പൂർത്തീകരിക്കുവാൻ കഴിയുകയുള്ളൂ. എനിക്ക് ദർശനമുണ്ടെന്ന് പറഞ്ഞ് വെറുതെ ജീവിച്ചാൽ അത് സാധ്യമാകുകയില്ല. അനേകരുടെ ദർശനം മങ്ങിപ്പോയി, നഷ്ടമായിപ്പോയി. കാരണം അതിനു വേണ്ടുന്ന ആക്ഷൻ പ്ലാനുകൾ അവർ എടുക്കാതെ മുൻപോട്ട് യാത്ര ചെയ്തുകൊണ്ട്. ഗോൾസ് ഷുഡ് നാരോ ഡൗൺ ദ വിഷൻ ഇൻ ടു സ്മോളർ. നമ്മുടെ വലിയ ദർശനം അത് നാം ഗോൾസിലൂടെ നാം അത് നാരോ ഡൗൺ ചെയ്ത് എഴുതിയിടുക. അത് എഴുതി നാം മനസ്സിൽ സൂക്ഷിക്കുക. അങ്ങനെയാണെങ്കിൽ അത് നമുക്ക് ഫോക്കസും ആ ദർശനത്തെ പ്രാപിക്കാനുള്ള പ്രാക്ടിക്കൽ സ്റ്റെപ്പിനെ നമുക്ക് കാണിച്ചു തരും. നമ്മുടെ ഗോൾ സെറ്റിംഗ് എന്ന് പറയുന്നത് അത് സ്മാർട്ട് ഗോൾസ് ആയിരിക്കണം. സ്മാർട്ട് ഗോൾസ് എന്ന് പറയുമ്പോൾ SMART. നിങ്ങളുടെ ദർശനം, നിങ്ങളുടെ ഗോൾ എങ്ങനെയാണ്? അത് സ്മാർട്ടാണോ? പോൾ ജെ മേയർ എന്ന വ്യക്തിയാണ് ഈ സ്മാർട്ട് ഗോൾസ് എന്നതിന്റെ ആ ഒരു സിദ്ധാന്തം ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. SMART, സ്പെസിഫിക്, മെഷറബിൾ, ആക്ഷനബിൾ ഓർ അറ്റൈനബിൾ, റിയലിസ്റ്റിക്, ടൈം ടാർഗറ്റഡ്. ഞാൻ വേഗത്തിൽ
അത് പെട്ടെന്ന് വിവരിച്ച് മുമ്പോട്ട് പോകാൻ താല്പര്യപ്പെടുന്നു. നമ്മുടെ ദർശനം അത് അല്ലെങ്കിൽ ഗോൾ വളരെ സ്പെസിഫിക് ആയിരിക്കണം. അത് മെഷറബിൾ ആയിരിക്കണം. അതിനെ കാണുവാൻ കഴിയണം, അതിനെ അളക്കുവാൻ കഴിയണം, അത് എപ്പോഴും അളക്കുവാൻ കഴിയുന്നതായിരിക്കണം. അത് അറ്റൈനബിൾ ആയിരിക്കണം, ആക്ഷനബിൾ ആയിരിക്കണം, അത് പ്രാവർത്തിക തലത്തിൽ എത്തുവാൻ കഴിയുന്നതായിരിക്കണം, അത് റിയലിസ്റ്റിക് ആയിരിക്കണം. എന്തെങ്കിലും മനസ്സിൽ തോന്നുന്ന ഐഡിയ അല്ല, ആശയങ്ങളല്ല. അത് റിയലിസ്റ്റിക് ആയിട്ട് ദൈവിക വിശ്വാസത്തിൽ ഉടലെടുത്തതും ദൈവം തന്നതും അതുപോലെ തന്നെ അത് പ്രാപിക്കുവാൻ കഴിയുന്നതുമായിരിക്കണം. അടുത്തത് ടൈം ടാർഗറ്റ്. ദർശനം പ്രാപിച്ചു, ഗോൾ സെറ്റ് ചെയ്തു, പക്ഷേ അതിനെ പ്രാപിക്കാൻ, പൂർത്തീകരിക്കാൻ ഒരു ഡെഡ് ലൈൻ നാം സ്ഥാപിച്ചിട്ടില്ലെങ്കിൽ അതൊരിക്കലും നമുക്ക് പ്രാപിക്കുവാൻ കഴിയത്തില്ല. കാരണം സമയങ്ങൾ, കാലങ്ങൾ അതിക്രമിച്ചു പോകും. അതുകൊണ്ട് നമുക്ക് കാലങ്ങളും സമയങ്ങളും അതിക്രമിക്കുന്നതുകൊണ്ട്, കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്ത് വാതിൽക്കലായിരിക്കുന്നതുകൊണ്ട് നമ്മുടെ ദർശനത്തെ പ്രാപിക്കാൻ നമുക്കൊരു തീയതി അല്ലെങ്കിൽ ഒരു സമയം നാം ആഗ്രഹിക്കണം, അതിനുവേണ്ടി പ്രവർത്തിക്കണം. ഷോർട്ട് ടൈം ഗോൾസ് ഉണ്ട്, ലോങ് ടൈം ഗോൾസ് ഉണ്ട്. അടുത്ത മാസം, അടുത്ത വർഷം പ്രാപിക്കേണ്ടതായ, പ്രാവർത്തികമാക്കേണ്ടതായ, പൂർത്തീകരിക്കേണ്ട കാര്യങ്ങൾ. 10 വർഷത്തിന് ശേഷം ഞാൻ എവിടെയായിരിക്കണം, എൻ്റെ ശുശ്രൂഷയിൽ എവിടെയായിരിക്കണം, എൻ്റെ ആത്മീയ വളർച്ചയിൽ എവിടെയായിരിക്കണം, എൻ്റെ ജീവിതത്തിൽ എവിടെയായിരിക്കണം. ഓർഗനൈസ് യുവർ ഗോൾസ്, ഇറ്റ് വിൽ ഗീവ് മോർ ഫോക്കസ്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടണം, വളരെ ഫോക്കസോടെ കർത്താവായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവിൻ എന്നാണ് പൗലോസ് എഴുതിയിരിക്കുന്നത്. യാക്കോബിന്റെ ലേഖനം 1-5. അതിനെ നാം ആ ദർശനത്തെ പൂർത്തീകരിക്കണമെങ്കിൽ അതിന്റെ സ്വർഗീയ ജ്ഞാനം നമുക്ക് ആവശ്യമാണ്. അതിനായി പ്രാർത്ഥിക്കുക. റൈറ്റ് എ ലിസ്റ്റ് ഓഫ് ടാസ്ക് യു വാണ്ട് ടു അക്കംപ്ലിഷ് വിത്ത് എ വിഷൻ. ഫോക്കസ് ആൻഡ് പ്രയോറിറ്റൈസ്. എങ്ങനെയെങ്കിലും എവിടെയെങ്കിലുമൊക്കെ ഒരു ഓർഡർ ഇല്ലാതെ, സിസ്റ്റമാറ്റിക് അല്ലാതെ ചെയ്യുന്നതല്ല, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതിലല്ല. ചെയ്യുന്ന കാര്യങ്ങൾ വളരെ ക്രമീകരണമായി ചെയ്യുക, പ്രയോറിറ്റൈസ് ചെയ്യുക. എന്താണ് നിങ്ങളുടെ പ്രയോറിറ്റി? വാട്ട് ടാസ്ക് മസ്റ്റ് ഐ ഡു നൗ, ലേറ്റർ? ഇങ്ങനെ ഗോൾ നാം അച്ചീവ് ചെയ്യണമെങ്കിൽ, ചിലത് പ്രാപിക്കണമെങ്കിൽ നമുക്ക് ഒരു ശരിയായ സമയ കേന്ദ്രീകൃതമായ ടൈം മാനേജ്മെന്റ് ആവശ്യമാണ്. ടൈം മാനേജ്മെന്റ്, ദൈവം തരുന്ന സമയം അത് വളരെ പ്രാധാന്യമുള്ളതാണ്. അതിനെ ചെയ്യുവാൻ, ക്രമീകൃതമായി ചെയ്യുവാൻ സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊള്ളുവിൻ എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. അതുകൊണ്ട് ഒരു ടൈം മാനേജ്മെന്റ് നമുക്ക് ആവശ്യമാണ്. ടൈം മാനേജ്മെന്റ് ഇല്ലെങ്കിൽ, നമുക്ക് നമ്മുടെ സമയത്തെ മാനേജ് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ നാം വളരെ സമയത്തെ നഷ്ടപ്പെടുത്തുകയും നമ്മുടെ ലക്ഷ്യത്തെ പ്രാപിക്കുവാൻ കഴിയാതെ പോവുകയും ചെയ്യും. ചില കാര്യങ്ങൾ നമുക്ക് വളരെ അർജന്റാണ്, ചില കാര്യങ്ങൾ അർജന്റ് അല്ല. നാം പ്രയോറിറ്റൈസ് ചെയ്യണം. ഇപ്പോൾ ചെയ്യേണ്ടത് എന്താണ്, പിന്നീട് ചെയ്യേണ്ടത് എന്താണ്, അർജന്റായിട്ടുള്ള, നോട്ട് അർജന്റ്, ഇമ്പോർട്ടന്റ്, അങ്ങനെ ചില കാര്യങ്ങൾ മനസ്സിൽ നിങ്ങൾ ചിന്തിക്കുക. അങ്ങനെ ഒരു രൂപരേഖ തയ്യാറാക്കുക. അങ്ങനെ ദൈവിക ദർശനത്തെ നിങ്ങൾ പൂർത്തീകരിക്കുക. നെഹമ്യാവ് ശത്രുക്കളുടെ നടുവിലും ആ വലിയ ദൈവിക പദ്ധതി, ദർശനത്തെ പൂർത്തീകരിച്ചതുപോലെ നമുക്കും വൻ കാര്യങ്ങളെ ചെയ്യുവാൻ ദൈവം സഹായിക്കട്ടെ. ദൈവം അതിനായിട്ട് ഒരുക്കട്ടെ. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.